ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 1990 മുതൽ 94 വരെയുള്ള UPSCയുടെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ എമോങ് ദ ഫോളോയിങ് വാസ് എ റെവല്യൂഷണറി who later turned into a yogi and philosopher. അദ്ദേഹം ഒരു റെവല്യൂഷണറി ആയിരുന്നു, ഒരു വിപ്ലവകാരിയായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നെ ഒരു യോഗിയും ഒരു ഫിലോസഫർ, ഒരു ചിന്തകനൊക്കെ ആയിട്ട് മാറി. ആരാണ് അദ്ദേഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അരബിന്ദോ ഘോഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അരബിന്ദോ ഘോഷ് ആണ്. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. സോഷ്യൽ റിഫോമേഴ്സും പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി, അതായത് കേശവ് ചന്ദ്ര സെൻ, സാധാരൺ ബ്രഹ്മസമാജ്, ഹെൻറി വിവിയൻ യങ് ബംഗാൾ മൂവ്മെന്റ്, ഗോപാൽ ഹരി ദേശ്മുഖ് പരംഹംസ മണ്ഡലി, ദേവേന്ദ്രനാഥ് ടാഗോർ തത്വബോധിനി സഭ. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ 3 ആണ്, അടുത്തത് 1 ആണ്, പിന്നെ 2 ആണ്, 4 ആണ്. അടുത്തതും കൺസിഡർ ദ ഫോളോയിങ് സെഷൻസ് ഓഫ് ദി ഇന്റർനാഷണൽ കോൺഗ്രസ്. അതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് ആദ്യം നടന്നത് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്. ദ മുസ്ലിം ലീഗ് ആൻഡ് ദ ഇന്റർനാഷണൽ കോൺഗ്രസ് മെറ്റ് ജോയിന്റ്ലി ആണ് രണ്ടാമത് നടന്നത്. പിന്നെ നടന്നത് ദ നോൺ കോർപ്പറേഷൻ റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. പിന്നെ നടന്നത് ഏതാണ്? ലാസ്റ്റ് നടന്നത് ദ റെസൊല്യൂഷൻ ഫോർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വാസ് പാസ്ഡ്. ഇതാണ് ലാസ്റ്റത്തെ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലുള്ള ഈ ഇവന്റ്സ്, ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദ്യം നടന്നത് സിംഗ് സഭ മൂവ്മെന്റ് ആണ് ആദ്യം നടന്നത്. പിന്നെ നടന്നത് ഗുരുദ്വാര റിഫോം മൂവ്മെന്റ് ആണ്. അത് കഴിഞ്ഞ് നടന്നത് ഡണ്ടി മാർച്ച്. ലാസ്റ്റ് നടന്നത് ക്വിറ്റ് ഇന്ത്യ. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെ? 3ഉം 2ഉം നമുക്കറിയാം. ഡണ്ടി മാർച്ച് അത് കഴിഞ്ഞാണ് ക്വിറ്റ് ഇന്ത്യ നടന്നത്. അപ്പൊ 3ഉം 2 അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതും കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ ആണ് അടുത്തതും ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം നടന്നത് ചാൾസ് വുഡ്സ് ഡിസ്പാച്ച്, പിന്നെ നടന്നത് ഹണ്ടർ കമ്മീഷൻ, പിന്നെ നടന്നത് റെയിലേ കമ്മീഷൻ, ലാസ്റ്റ് നടന്നത് സാഡ്ലർ കമ്മീഷൻ. അതായത് UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ലെവൽ കൂടിയത് ഇതാണ്, എന്നാലും നമുക്ക് പഠിച്ചു വെക്കാം. കാരണം +2 ഡിഗ്രി മെയിൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അടുത്തത് ബുക്സ് ആണ്. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് ബുക്സ്. എ ആണ് ഉത്തരം. ബുക്സ് മാച്ച് ദ ഫോളോയിങ് ആണ്. A4 ഇന്ത്യ ടുഡേ, രജനി പാൽമെ ദത്ത്, ഇന്ത്യ അൺട്രസ്റ്റ് വാലന്റൈൻ ഷിരോൾ, ഗീത രഹസ്യ BG തിലക്, എ ബഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് ജവഹർലാൽ നെഹ്റു. അപ്പൊ ബുക്സ് ഒക്കെ ഓർത്തിരിക്കുക, PSC ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ 1931. 1930, 31, 32 നമുക്കറിയാവുന്നതാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ലെഡ് ദ സിപ്പോയി അറ്റ് കാൺപൂർ ഇൻ 1857? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? നാനാ സാഹിബാണ് കാൺപൂര് ശിപ്പായി ലഹള നയിച്ചത്. അടുത്തത് അസേർഷൻ. അലി ബ്രദേഴ്സ് ഫൗണ്ടഡ് ദ സ്വരാജ് പാർട്ടി. ആണോ? അലി ബ്രദേഴ്സ് ആണോ ഫോം ചെയ്തത്? The Swarajists were in favor of council entry and obstruction from within. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. A is false but R is true. നമുക്കറിയാം ഇത് തെറ്റാണ്. A false ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവരുടെ ഇടയിൽ തന്നെ ഇൻ ഫേവർ ഓഫ് കൗൺസിൽ എൻട്രി ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഫ്രം വിത്തിൻ, അതിന്റെ ഉള്ളിൽ തന്നെ അതും ഉണ്ടായിരുന്നു. ഒബ്സ്ട്രക്ഷനും എല്ലാ കാര്യങ്ങളും അതിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അടുത്തതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ PC ജോഷി, സോഷ്യലിസ്റ്റ് പാർട്ടി രാം മനോഹർ ലോഹിയ, സ്വരാജ് പാർട്ടി CR ദാസ്, ഹിന്ദു മഹാസഭ BD സർവക്കർ. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും.
ഫെഡറേഷൻ, ഇന്ത്യൻ റെസ്പോൺസിബിലിറ്റി, റിസർവേഷൻ ആൻഡ് സേഫ് ഗാർഡ്സ്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെഡറേഷൻ, ഇന്ത്യൻ റെസ്പോൺസിബിലിറ്റി, റിസർവേഷൻ ആൻഡ് സേഫ് ഗാർഡ്സ്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗാന്ധി ഇർവിൻ പാക്ട് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. On whose recommendation was the Constituent Assembly formed? നമുക്കറിയാം ആരുടെ റെക്കമെൻഡേഷനിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തത്? ക്യാബിനറ്റ് മിഷൻ ആണ്. Englishmen are more efficient partly by upbringing, partly by race and partly by education. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോർഡ് കേഴ്സൺ ആണ് ഇത് പറഞ്ഞത്. ഇതും കറക്റ്റ് ഓർഡർ എഴുതാൻ അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് ലോർഡ് ലിട്ടൺ? ലോർഡ് ലിട്ടനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4. ദ ആംസ് ആക്ട്, ദ വെർണാക്കുലർ പ്രസ് ആക്ട്, എബോളിഷൻ ഓഫ് ഡ്യൂട്ടീസ് ഓൺ ദ ഇമ്പോർട്ട് ഓഫ് കോഴ്സ് കോട്ടൺ ഗുഡ്സ്. നമുക്ക് വെർണാക്കുലർ പ്രസ് ആക്ട് നമ്മൾ പഠിക്കുന്നത്. ഇത് കൂടാതെ ആംസ് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, കോട്ടൺ ഗുഡ്സിന്റെ ഇമ്പോർട്ടിനകത്തുള്ള ഡ്യൂട്ടീസ് അബോളിഷ് ചെയ്തതും ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. Which of the following political parties organization were established by Dr. B.R. Ambedkar? ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 4. സമജ് സമത സംഘ്, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ദ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ഇത് മൂന്നും അംബേദ്കറിന്റെ ആണ്. ഓർത്തിരിക്കുക, അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. The International Congress was founded in 1885 by ആരാണ് ഫൗണ്ട് ചെയ്തത്? എയോ ഹ്യൂം ആണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, അതും ചോദിക്കാറുള്ളതാണ്. ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ഇൻ 1906. എവിടെ വെച്ചായിരുന്നു 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്തത്? നമുക്കറിയാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ധാക്കയാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ മോർലി മിന്റോ റിഫോംസ്. എന്തായിരുന്നു മിന്റോ മോർലി റിഫോംസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നമുക്കറിയാവുന്നതാണ്. എക്സ്റ്റൻഷൻ ഓഫ് പ്രൊവിഷണൽ അസംബ്ലീസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഹൂ ഔട്ട് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മോഡറേറ്റ്? മോഡറേറ്റ് അല്ലാത്തത് ആരാണ് ഇതിനകത്ത്? ബാലഗംഗാധര തിലകാണ്. ബാക്കി ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി, ഫിറോസ് ഷാ മേത്തി ഒക്കെ മോഡറേറ്റ്സ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In 1921, the session of the International Congress was held when its president was in prison. ആ സമയത്ത് എന്തായിരുന്നു? 1921 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സെഷന്റെ പ്രത്യേകത എന്തായിരുന്നു? അതിന്റെ പ്രസിഡന്റ്, അധ്യക്ഷൻ ജയിലിലായിരുന്നു. അവിടെ എന്താണ്? ആൻഡ് വിത്ത് സം അതർ ലീഡർ ആക്ടിംഗ് as പ്രസിഡന്റ്. അവരുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹു വാസ് ദ കോൺഗ്രസ് പ്രസിഡന്റ് ഇൻ പ്രസന്റ്? ആരായിരുന്നു ജയിലിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അബ്ദുൽ കലാം. സോറി, ഉത്തരം ഓപ്ഷൻ സി ആണ്. സി ആർ ദാസ്. ഓപ്ഷൻ സി ആട്ടോ. സി ആർ ദാസ് ആട്ടോ. ഓപ്ഷൻ സി. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The title given by British government to Mahatma Gandhi, which is surrendered during the non-cooperation movement. നിസ്സഹരണ പ്രസ്ഥാന സമയത്ത് ഗാന്ധിജി തിരിച്ചു വെച്ചു അല്ലെ? ബ്രിട്ടീഷുകാർ തന്നൊരു ടൈറ്റിൽ, ഒരു ബഹുമതി തിരിച്ചു കൊടുത്തു. അതേതായിരുന്നു? കൈസർ ഹി ഹിന്ദ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കൈസർ ഹി ഹിന്ദ്. Which one of the following statements does correctly defines the term drain theory as propounded by Dadabhai Naoroji? നമ്മുടെ PSC സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദാദാബായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം. ഏതാണ് കറക്റ്റ് ആൻസർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. That a part of India's national wealth or total annual products was be exported to Britain. നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ, നമ്മുടെ ഇവിടെയുള്ള പ്രൊഡക്ട്സ്, നമ്മുടെ കരകൗശലങ്ങൾക്കൊക്കെ എന്താണ് വിദേശ മാർക്കറ്റ്സിൽ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇതെല്ലാം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. ഫോർ വിച്ച് ഇന്ത്യ ഗോട്ട് നോ മെറ്റീരിയൽ റിട്ടേൺ. പകരം നമുക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല നല്ല സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ എന്താണ്, ഇവരുടെ ഉദ്യോഗസ്ഥർക്ക്, അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വലിയ സാലറി ഒക്കെ കൊടുക്കും, വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അതുവഴി നമ്മുടെ സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും. തിരിച്ച് നമുക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. മഹാത്മാ ഗാന്ധി വാസ് റെഫേർഡ് to as the father of the nation first by. ആരാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഫാദർ ഓഫ് ദി നേഷൻ, രാഷ്ട്രപിതാവ് എന്നൊരു ഇത് കൊടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സുഭാഷ് ചന്ദ്ര ബോസ്. The Raitbari settlement was introduced by the British in the എവിടെയായിരുന്നു? മദ്രാസ് ആൻഡ് ബോംബെ പ്രസിഡൻസി. ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്ബാരി, മഹൽബാരി, പെർമനന്റ് സെറ്റിൽമെന്റ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. What is the correct chronological sequence of the following stages in the political life of Mahatma Gandhi? നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഖേദയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ്. 1, 3. ആദ്യം നടന്ന ചമ്പാരൻ നമുക്കറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് ഖേദ,
അത് കഴിഞ്ഞ് അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്ക്, ലാസ്റ്റ് നോൺ കോർപ്പറേഷൻ. The foundation of modern education system in India was laid by അതായത് ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ ഈ കൂട്ടത്തിൽ ഏത് ആക്ട് ആണ്? മക്കാളേറ്റ്സ് മിനിറ്റ്സ് ആണ് അല്ലെ? മക്കാളേറ്റ്സ് മിനിറ്റ്സ് ആണ് 1835. ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Who among the following was the leader of a number of anti-British revolts in സാമ്പൽപൂർ? സാമ്പൽപൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധത്തിനെതിരെ ആയിട്ടുണ്ടായിരുന്ന ഒരു ലീഡർ ഏതായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുരേന്ദ്ര സായ്. സുരേന്ദ്ര സായ്. കാരണം ഉണ്ടല്ലോ 1857 റിവോൾട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ഓരോ നാട്ടിലും ആരാണ് നയിച്ചത് നമ്മൾ ഷുവറായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും കാലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഉണ്ടായിരുന്ന സിമ്പിൾ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയൊക്കെ എക്സാം ടഫ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. Those who joined Mahatma Gandhi during the Champaran struggle. ഗാന്ധിജി ആദ്യം നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം, നമുക്കറിയാവുന്നതാണ്. ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആൻഡ് അനുഗ്രഹ നാരായൺ സിൻഹ. രാജേന്ദ്ര പ്രസാദും അനുഗ്രഹ നാരായൺ സിൻഹ. The first ruler who joined the subsidiary alliance. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. ഈ ഒരു വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യത്തിന് ബ്രിട്ടീഷുകാർ അവരുടെ പട്ടാളം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അതിനകത്ത് ഫസ്റ്റ് വന്നത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിസാം ഓഫ് ഹൈദരാബാദ് ആണ്. നിസാം ഓഫ് ഹൈദരാബാദ് നമ്മുടെ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അവിട്ടം തിരുനാള് അതിനകത്ത് മെമ്പർ ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂറും സബ്സിഡറി അലയൻസിനകത്ത് വരാറുണ്ട്. PSC ചോദിക്കാറുള്ളതാണ്. ആദ്യം അതിനകത്ത് ജോയിൻ ചെയ്തത് നിസാം ഓഫ് ഹൈദരാബാദ് ആണ്. അടുത്തത് ഇതിനകത്ത് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത്. ദ മാനുഫാക്ചർ ഓഫ് ദ ഫസ്റ്റ് മെഷീൻ പേപ്പർ മെയ്ഡ് നിയർ കൽക്കത്ത 1870. കറക്റ്റ് ആണ്. ആദ്യമായിട്ടുള്ള മെഷീൻ പേപ്പർ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തത്. സെറ്റിംഗ് ഓഫ് ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി ആദ്യമായിട്ട് മദ്രാസിലായിരുന്നു. വാട്ട് ഈസ് കോമൺ എമോങ് മേഡം ബക്കാജി കാമ, എം ബർത്തത്തുള്ള, VVS അയ്യർ ആൻഡ് MN റോയ്? ഇവരുടെ 4 പേരിലും കോമൺ ആയിട്ട് എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. All of them were among prominent revolutionaries outside India operating in different countries during the freedom movement. നമുക്കറിയാവുന്നതാണ് ഇന്ത്യയുടെ പുറത്തുണ്ടായിരുന്ന all of them were among the prominent revolutionaries outside India. ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്നവരാണ്, പുറത്തുണ്ടായിരുന്ന വിപ്ലവകാരികളായിരുന്നു. ഇന്ത്യ ഓപ്പറേറ്റിംഗ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് ഡ്യൂറിംഗ് ദ ഫ്രീഡം മൂവ്മെന്റ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ സമയത്ത് ഇന്ത്യയുടെ പുറത്തുണ്ടായിരുന്ന വിപ്ലവകാരികളായിരുന്നു അവരെല്ലാവരും. Which of the following international events influenced the course of the national movement in India before the advent of Mahatma Gandhi? മഹാത്മാഗാന്ധിക്ക് മുമ്പ് നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇതിനകത്ത് ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിയൻ അബ്സിയൻ വാർ, ബോക്സർ മൂവ്മെന്റ് ഇൻ ചൈന, റവല്യൂഷണറി മൂവ്മെന്റ് ഇൻ അയർലൻഡ്, വിക്ടറി ഓഫ് ജപ്പാൻ ഇൻ ദ റെസോ ജാപ്പനീസ് വാർ. അപ്പൊ നമുക്കറിയാം UPSC ആണ്, കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ, കാരണം എങ്ങാനും ചോദിച്ചാലോ നമുക്ക് കറക്റ്റ്. കാരണം ഉണ്ടല്ലോ ഈ ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കണ്ടതാണ്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് ഇവർ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ മാറ്റി തന്നാൽ പോലും കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.